ഇവിടെ മോത്തിലാൽ മാർഗിലെ 2-ാം നമ്പർ വീട്ടിലാണ് ജസ്റ്റിസ് CT രവികുമാർ. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ന്യായാധിപ പദവി, അതിനുശേഷം വിരമിച്ച അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്നാണ് നമുക്ക് അദ്ദേഹത്തെ കാണാം. സാറേ, വിരമിച്ചെങ്കിലും വിശ്രമ ജീവിതമായിരിക്കില്ല അല്ലേ? ഒരിക്കലും ആവില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, സമൂഹത്തിൽ നമുക്ക് അങ്ങനെയാണ് നേരത്തെയും ഉണ്ടായിരുന്നത്. ഈ ജഡ്ജാകുന്നതിനും വക്കീലായിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടാണ് വന്നത്. അത് ആ രീതിയിലല്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വിരമിച്ച ജഡ്ജിക്ക് എത്രമാത്രം ആകാം അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തീർച്ചയായും തുടരും. പറഞ്ഞാളും തിരക്കാലേ. എൻ്റെ സ്ട്രെങ്ത് ഫുൾ സപ്പോർട്ട്. ഇതുവരെ എത്തിയതിൽ പ്രാർത്ഥനകൾ, എല്ലാ തരത്തിലും ഒരു കാര്യത്തിൽ പോലും അനാവശ്യമായിട്ട് കേസിൻ്റെ ഇതിൽ ഇന്നേ വരെ ഒരു ഒറ്റ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതൊന്നിലും വരാറില്ല. പക്ഷേ എല്ലാം എനിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമുള്ള ജീവിതമായിരുന്നു ഇത്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ഇപ്പം വിരമിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും കുറച്ചുകൂടി സമയം വിരമിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഒരു ദിവസം പോലും ഞങ്ങൾ എല്ലാവരോടും വർത്തമാനം പറയാത്ത, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാത്തൊരു ദിവസങ്ങളില്ല. കുറച്ച് നേരമെങ്കിലും. അദ്ദേഹം പറഞ്ഞു ഭയങ്കര സംതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സംതൃപ്തി തോന്നുന്നുണ്ട്? എന്തുകൊണ്ടാണ്? വളരെയധികം സംതൃപ്തി തോന്നുന്നുണ്ട്. കാരണം ഒരു കോൺട്രവേഴ്സിലും പെടാതെ വളരെ നന്നായിട്ട്, വളരെ ഹാർഡ് വർക്കായിരുന്നു. രാത്രി 1:30 മണിക്കൊക്കെ വന്ന് കിടക്കുന്നു, എല്ലാം നോക്കി, അതുപോലെ വളരെ ഇതായിട്ട് നോക്കി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളും ഒരു കുറവും വരുത്താതെ, മക്കളുടെ കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെയധികം. പിറന്നാളും കൂടിയാണല്ലോ, സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? നമ്മളെല്ലാ സ്റ്റാഫിനും ഭക്ഷണം കൊടുക്കും. ഇവിടുത്തെയും സുപ്രീം കോടതിയിലെയും ഇവിടെ എൻ്റെ ഓഫീസിലുമുള്ള എൻ്റെ സ്റ്റാഫ്, എന്നെ ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫിനും ഒരു ഡിന്നർ പോലെ കൊടുത്ത്, അത് അവരോടൊപ്പം ഒരു ഡിന്നർ ഒന്നിച്ചാകുക, അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സാർ, സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുമ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നീണ്ടൊരു ഈ മേഖലയിലെ തുടർന്നു പോകുമ്പോൾ സംതൃപ്തിയാണോ സമ്പൂർണ്ണമായിട്ടുള്ളത്? പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത്. അച്ഛനൊരു ക്ലർക്കായിരുന്നു കോടതിയിലെ. ആ ക്ലർക്കിൻ്റെ മകൻ പഠിച്ച് പല വഴികളിലൂടെ സഞ്ചരിച്ച് സുപ്രീം കോടതിൻ്റെ പടി കയറി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവില്ല ആദ്യം പടി കയറിയപ്പോൾ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് അച്ഛൻ്റെ കൂട്ടത്തിൽ കോടതിയിൽ പലപ്പോഴും പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം അച്ഛന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു കോടതി, ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ ബാഡ്മിൻ്റണിൽ അത് ഞാൻ സ്പോർട്സിന് പണ്ട് തൊട്ട് പങ്കെടുക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കോടതിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഒരു 6 മണി വരെയെങ്കിലും കോടതിയിൽ മിനിമം ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ കൂടെ ആണ് ഇങ്ങനെ പോവുക, തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് പോകും. അപ്പോൾ എല്ലാ ദിവസവും കോടതി കാണുമ്പോൾ 5ാം ക്ലാസ്സിലോ 6ാം ഒക്കെ പഠിക്കുമ്പോഴുള്ളൊരു കുട്ടിയുടെ ഒരു കൗതുകം ഉണ്ടല്ലോ, അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു ചിന്തയിൽ പോലും ഇല്ലായിരുന്നു ഞാനൊരു വക്കീലാകുമെന്നോ ഇങ്ങനെ ആകുമെന്നുള്ളത്. പക്ഷെ അതെപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങനെ ഓരോ പദവിയിൽ കിട്ടി സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാകുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു മനസ്സിലൊരു വിഷമം. അച്ഛനും അമ്മയും എൻ്റെ ഈ സ്ഥാനക്കയറ്റം കാണാൻ അവരില്ലായിരുന്നു. പക്ഷേ ഒരുപാട് വിധികൾ, ഒരുപാട് മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷവും ജീവിക്കാനുള്ള ഒരു ഉറപ്പൊക്കെ കൊടുക്കുന്ന വിധികൾ ഒരുപാട് ഉണ്ടായല്ലോ. തീർച്ചയായിട്ടും അവർ പഠിപ്പിച്ച ആ ഗുണങ്ങളാണ്. ഇപ്പോൾ പലരും പറയുന്ന ഹമ്പിളാണ്. അത് തീർച്ചയായിട്ടും ആ ക്വാളിറ്റി കിട്ടിയത് അവരുടെ ശിക്ഷണം മൂലം മാത്രമാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. ആ ശിക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിച്ചത്. അത് മരണം വരെ അങ്ങനെ തന്നെ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അങ്ങനെ പോകാൻ പറ്റുമോ എനിക്ക്. ഇപ്പോൾ ഡൽഹിയിലെ താമസം ഈ വീടൊക്കെ മാറി പുതിയടത്തേക്ക് മാറുകയാണല്ലോ അല്ലേ? പക്ഷേ ഇത് ഭയങ്കര രസമുള്ള സുന്ദരമായ സ്ഥലമാണ് കാണുമ്പോൾ. പക്ഷെ അപ്പോഴും മനസ്സിലാക്കണം, ഇത് കയറിയപ്പോഴേ മനസ്സിലായി ഈ സ്ഥാനത്തിരിക്കുന്ന അത്രയും നാൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു ഇതായിട്ട് എന്നെ അങ്ങനെ ഒരു എന്താ പറയുക പ്രലോഭിപ്പിക്കുന്നില്ല. ഒരിക്കലുമില്ല. കാരണം ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, വക്കീലായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു റൂമും കിച്ചണും ഒരു ഓഫീസും ഇതുള്ളിടത്താണ് തുടങ്ങിയത്. അവിടെ നിന്ന് ഇവിടം വരെ എത്തിച്ചില്ലേ, പൂർണ്ണ തൃപ്തിയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്തിരിഞ്ഞ് നോക്കാറുണ്ട് മനസ്സിൽ. ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെ തന്നെയാണ്, എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്. അപ്പോൾ കിട്ടുന്നത് ഉണ്ടത് സന്തോഷമാണ്. പക്ഷേ അത് എപ്പോഴും
അതിൽ തന്നെ വേണമെന്നല്ല, എന്തിലും തൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ്. കിട്ടുന്നത് ഈ തൃപ്തി കണ്ടെത്തുക, അതാണ്. സാർ വേറൊരു കാര്യം, അപ്പം ജഡ്ജിമാരൊക്കെ ആവുന്ന നേരം പുറത്തുള്ള ആളുകളോട് സംസാരിക്കുന്നതിന് ഇടപഴകുന്നതിനൊക്കെ ഒരു പരിധി സ്വയമേ വെക്കുമല്ലോ. അപ്പോൾ ഈ ആളുകളെ മനസ്സിലാക്കാനും സമൂഹത്തെ ആ ഘട്ടത്തിലെ സമൂഹത്തെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു ശരിക്കും പറയുമ്പോൾ ആൾക്കാരുമായിട്ട് ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇടപെടുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടെയാണ് നമ്മൾ മിതത്വം പാലിക്കേണ്ടത്. നമ്മളുടെ മുമ്പിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, നമുക്കറിയാം സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങൾ പലപ്പോഴും അതായിരിക്കും ഉരുത്തിരിഞ്ഞ് അവസാനം കോടതിയിലെത്തുക. അപ്പോൾ നമുക്ക് എവിടെ വരെ പറയാം, എന്തിൽ സംസാരിക്കാം എന്ന് നമ്മൾ ഒന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും നമുക്ക് ചില യോഗങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകും. നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ഒരാളെടുത്ത് നിങ്ങൾക്ക് കേസുണ്ടോ, നിങ്ങൾ വല്ല കേസിലെ പ്രതിയാണോ എന്നൊരു വ്യക്തിയുടെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് സംസാരിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആശ്രയിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം. എൻ്റെ മുമ്പിൽ വരുന്ന കാര്യം എന്താണോ അത് നിയമപരമായേ ഞാൻ കൈകാര്യം ചെയ്യുള്ളൂ എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതോട് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. കാരണം ജനങ്ങളിൽ നിന്ന് അകലാനല്ല, ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ അത് കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ജീവിക്കണം. ഉറപ്പായിട്ടും. സാർ വേറൊരു കാര്യം, ഒരു സംശയം തോന്നിയതേ, സംശയമല്ല, സാറ് വിരമിക്കുമ്പോൾ നമുക്ക് മനസ്സിലുള്ളൊരു ചോദ്യമാണ്. അത് കൊൽക്കത്ത ഹൈക്കോടതിയിലൊരു ജഡ്ജ് മാസങ്ങൾക്ക് മുമ്പാണ് രാജിവെച്ചൊരു രാഷ്ട്രീയ പാർട്ടി ചേർന്നത്. കേരളത്തിൽ തന്നെ വിരമിച്ച പല ജഡ്ജിമാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. പല ജഡ്ജിമാരും MP-മാരായിട്ട് പിന്നീട് കാണുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് ജസ്റ്റിസ് CT രവികുമാറിനെ ഞങ്ങൾ എങ്ങനെയായിരിക്കും കാണുക? ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യം തൊട്ടേ പാലിച്ചു വരുന്നൊരു കാര്യമുണ്ട്. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, എൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക, ഇങ്ങനെ വന്നത്. അപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടാകും. അവരുടെ ശരി അതാണോ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ശരി എന്ന മാത്രത്തിലേ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് എൻ്റെ ഒരു വിശ്വാസവും, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അതാണ് എൻ്റെ തീരുമാനവും. ജനങ്ങളിൽ ഞാൻ ഇത്രയും നാളും ആ അധികാരസ്ഥാനത്ത് ഇരുന്നപ്പോൾ എങ്ങനെയാണോ ജീവിച്ചത്, ആ പദവിക്ക് അനുയോജ്യമായ ഒരു ജീവിതമായിരിക്കണം ഇനി ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകുക. വിരമിച്ച ജഡ്ജിമാരൊക്കെ പ്രസ്താവന നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നുണ്ടോ? അവിടെയും ഞാൻ പറയും, ഓരോ വ്യക്തികളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എൻ്റെ ശരി മറ്റൊരാൾക്ക് ശരിയാവണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എത്രമാത്രം എനിക്ക് പറയാൻ പറ്റും എന്ന് ഞാനൊരു പരിധി വെക്കണം. കാരണം ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ ആരായിരുന്നു, ഇത് ഞാനാകുന്നതല്ല, ഇത് ജനങ്ങൾ അല്ലാതെ നമ്മുടെ രാജ്യം തന്ന ഒരു പദവിയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷ കൂടിയാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ഒത്തു വേണം ഇതിൽ നിന്ന് പുറത്തായി കഴിയുമ്പോഴും, അതായത് ആ വിരമിച്ച ശേഷവും ആ പദവിക്ക് ഇയാൾ അർഹനായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു ജീവിതം വേണം. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പോകും ഞാൻ എന്തായാലും. ഉറപ്പായിട്ടും സന്തോഷമുള്ള കാര്യമാണത്. സാറേ വേറൊരു കാര്യം, ഇപ്പം സാറിൻ്റെ തന്നെ ചില വിധികളൊക്കെ നമ്മളിങ്ങനെ നോക്കിയപ്പം വിചാരണ വളരെ പെട്ടെന്ന് വേഗത്തിലുള്ള വിചാരണ ഒരു പ്രതിയുടെ അവകാശമാണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ പല കേസുകളും നമ്മൾ നോക്കുമ്പം ചിലപ്പോൾ പ്രതി ചേർക്കപ്പെട്ടയാൾ മരണപ്പെട്ടിട്ട് പോലും ഈ കേസും മുന്നോട്ട് പോകുന്ന സ്ഥിതി ഇപ്പോൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശരിക്കും സംഭവിക്കുന്നത്? ജുഡീഷ്യറിയിൽ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണോ? ആളുകളുടെ എണ്ണമല്ല, പല പല ഘടകങ്ങൾ അതിൽ വരുന്നുണ്ട്. നമ്മളിത് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കോടതിയിലും കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഒന്ന് നോക്കിയാട്ട് 10 മണിക്കൂറോ 12 മണിക്കൂറോ അല്ല ഒരു ഏത് ജഡ്ജിയാണ്, ഏത് തലത്തിലുള്ള ജഡ്ജിയായാലും, മജിസ്ട്രേറ്റ് ആണെങ്കിലും അവിടെ നിന്ന് മുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ജഡ്ജിക്കും അല്ലെങ്കിൽ ഈ ന്യായാധിപന്മാർക്കും എത്ര മണിക്കൂറാണ് അവർ ഉറങ്ങാത്ത സമയങ്ങളിൽ അവർ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ നമ്മളുടെ രാജ്യത്തിൽ ഉള്ള ആ ഇങ്ങനെ വരുന്ന കേസുകളുടെ എണ്ണം, ഞാൻ അവിടെ ഒന്ന് കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ എണ്ണം തന്നെ കാണിക്കുന്നത് ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ കോടതിയിലേക്ക് വരില്ലല്ലോ അവർ. അപ്പോൾ ഇത് എനിക്കുള്ള സങ്കടം നിയമപരമായിട്ട് പരിഹരിക്കപ്പെടും എന്നുള്ള ആ വിശ്വാസത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ നമ്പർ കൂടുന്ന സമയത്ത് മനുഷ്യൻ്റെ അതിലിരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മനുഷ്യർ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് കാലതാമസം വരും.
അത് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതെങ്ങനെ വളരെ കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ പറ്റുക ശ്രമിക്കുന്നത്. അതിനാണ് നമ്മളിപ്പോൾ ADR സിസ്റ്റവും ഈ പല രീതിയിലുള്ള ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇഫക്റ്റീവായിട്ട് നടത്തപ്പെടുകയാണെങ്കിൽ ഒരു പരിധി വരെ, അപ്പോൾ കഴിവതും നമ്മൾ കോടതിക്ക് പുറത്ത് അതിപ്പോൾ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം വേണം. കോടതിയിൽ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കോടതികളുടെയും അതുപോലെ തന്നെ കക്ഷികളുടെയും പിന്നെ രണ്ട് ഭാഗത്തുള്ള അഭിഭാഷകരുടെയും ഒരു കൂട്ടായ ശ്രമത്തിൽ എങ്ങനെ വളരെ വേഗത്തിലാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ എണ്ണം കൂടുതലുകൊണ്ട് കുറച്ച് താമസം വരും. അത് ഒരിക്കലും മനഃപൂർവ്വമല്ല, ഒരിക്കലും അത് മനഃപൂർവ്വമായിട്ട് താമസിപ്പിച്ചു കൊണ്ട് പോകുന്നതല്ല. കുറച്ച് താമസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു സത്യവുമാണ്. പക്ഷേ പരമാവധി താമസമില്ലാതെ ഇത് പരിഹരിക്കണം അല്ലേ? പരിഹരിക്കണം, തീർച്ചയായിട്ടും ആ ശ്രമമാണ് വേണ്ടത്. പക്ഷേ പല ഘടകങ്ങളുണ്ട് അതിൽ. എന്തുകൊണ്ട് താമസിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസുകൾ ചിലപ്പോൾ നമ്മൾ എടുത്തു വെച്ചായിരിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അതൊന്ന് മാറ്റേണ്ടി വരാം. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ജഡ്ജിക്ക് ചിലപ്പോൾ അതൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴും എന്തൊക്കെ വന്നാലും വേണ്ടത് പരമാവധി വേഗത്തിൽ തീർക്കുക എന്നുള്ളതാണ്. അത് എല്ലാവരും കൂടെ കൂട്ടായി ശ്രമിച്ചാൽ ഒരു പരിധി വരെ ഞാൻ പറഞ്ഞ ഈ കേസുകളുടെ ബാഹുല്യം മൂലം നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ തീരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ പ്രശ്നം എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ ആ ശ്രമമാണ് എല്ലാവരും ചെയ്യേണ്ടത്. അങ്ങനെ തുടങ്ങുന്നുണ്ട്, എന്തായാലും നടന്നു വരുന്നുണ്ട്. സാറ് പിന്നെ സാർ ഒരുപാട് പ്രധാനപ്പെട്ട കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കേസ് എങ്ങനെയാണ് വിധി പറഞ്ഞത്? അതിലെന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ കരുതുന്നത് വിധി പറഞ്ഞ കേസുകൾ അതോടുകൂടി ആ വിധിയാണ് അന്തിമം, അതിനപ്പുറത്തേക്ക് പിന്നാമ്പുറ കഥകളൊന്നുമില്ല. പക്ഷേ പല ജഡ്ജിമാരും ചില പിന്നാമ്പുറ കഥകൾ പിന്നീട് പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ജുഡീഷ്യറിക്ക് ഏത് നിലയിൽ ഗുണം ആവുമോ, അല്ലെങ്കിൽ ഏത് നിലയിലായിരിക്കും അത് ബാധിക്കുന്ന സാർ? ഇതിൻ്റെ ആൻസർ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞത് മറ്റുള്ളവർ ഇങ്ങനെയാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ഒരു കേസിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളത് വിധി പറയുമ്പോൾ ആ ജഡ്ജിന്, ആ ന്യായാധിപന് ആ കേസിനെ സംബന്ധിച്ച് എന്തൊക്കെ പറയണമോ അത് പറയേണ്ടത് വിധിയിലൂടെയാണ്. ആ വിധി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാരണമുണ്ട് എന്ന് പറയാനുള്ള അവകാശമില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എല്ലാവരും അതിൽ പറയേണ്ടത് അതിൽ തന്നെ പറയും. അല്ലാതെ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യാറില്ല. സാറ്, നമ്മൾ കേസുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഈ മരം കാണാൻ ഭയങ്കര രസമുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ള മരമാണ്. സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ ഇത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് പ്രകൃതി. ഇത് കൂടുതൽ ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. കാരണം പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കുന്നതാണ്. അത് മനസ്സിലാക്കാത്തതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്ന വായുമലിനീകരണം എന്ന് പറയുന്നു, അതിനും ഒരു വലിയ ഘടകമല്ലേ നല്ല രീതിയിൽ ചുറ്റും ഈ മരങ്ങളുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പ്രകൃതി നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്യും. ആ ഒരു സന്ദേശം നമ്മൾ ശരിക്കും എല്ലാവർക്കും കൊടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ സ്വസ്ഥമായി സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ളൊരവസരം നമുക്കല്ല, നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാം. ഡൽഹി തന്നെ തുടരുകയാണല്ലേ? എൻ്റെ ഇവിടെ തുടരണമെന്നുള്ള ആവശ്യം. കാരണം കേരളത്തിലേക്ക് ഇപ്പോൾ പോകണില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചിട്ട് എൻ്റെ കൊച്ചുമകളും മകളും ഭർത്താവും എല്ലാവരും ഇവിടെയുണ്ട്. അത് അപ്പോൾ അവരോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുക. നാട്ടിൽ പോയിട്ട് ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ എപ്പോഴും സന്തോഷം മക്കളോടൊപ്പം ജീവിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ ജീവിക്കണം, ഇവിടെ കുറച്ചാൾ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. സാർ, എനിക്ക് രണ്ട് കാര്യം കൂടി ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണ് ഇന്ത്യയിലെ ജനങ്ങൾ. ഞങ്ങൾക്ക് കോടതി ഉണ്ടല്ലോ എന്നവർ ഏറ്റവും ഒടുവിൽ പറയാറുണ്ട്. ആ ആളുകളോട് എന്താണ് സാറിന് ഈ സമയത്ത് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് തുടരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു നീതിന്യായ സംവിധാനം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ആ സംവിധാനത്തെ രക്ഷിക്കേണ്ട ചുമതല ജനങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കേണ്ട ചുമതലയും ഈ സംവിധാനത്തിനുണ്ട്. അതെങ്ങനെ സ്മൂത്തായിട്ട് സുതാര്യമായിട്ട് ഇങ്ങനെ നടന്നു പോകും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അതിങ്ങനെ തന്നെ എൻ്റെ രാജ്യത്ത് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ അഭിഭാഷക വൃത്തിയിലേക്കും അതല്ലെങ്കിൽ ജഡ്ജി ആവണമെന്ന് ആഗ്രഹമൊക്കെയുള്ള
ഒരു വലിയ സമൂഹമുണ്ട്, ഞങ്ങളെപ്പോലെ യുവജനങ്ങൾ ഒരുപാടുണ്ട്. അവരോട് സാറിന് ഈ പദവിയിൽ നിന്ന് ഇറങ്ങി ആദ്യത്തെ ദിവസം എന്താ പറയുക? എനിക്ക് പറയാനുള്ളത്, ഒരു ലക്ഷ്യം എപ്പോഴും ജീവിതത്തിലുണ്ടാവണം. ആ ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. ആ ശ്രമം ആത്മാർത്ഥത, പരിശ്രമം, സത്യസന്ധത, ഇതായിട്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക, ആ ശ്രമത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുക. അത് നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം കൂടിയാണ് ഇന്ന്. മാതൃഭൂമി ന്യൂസിന് വേണ്ടി പിറന്നാൾ ആശംസകൾ നേരെയാണ്. ഓക്കെ സാർ, എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. ഏതായാലും ഔദ്യോഗിക ജീവിതത്തിലെ അതിനുശേഷമുള്ള കാലത്തെ എല്ലാം വിശേഷങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. സന്തോഷം. ജീവിതത്തിൽ ഇനിയും ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വൈശാഖ് ജയപാലിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.